ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബോബിൻ എങ്ങനെ ഈസി ആയിട്ട് ത്രെഡ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഇത് ഉഷ ജെനോം XLR DLX മോഡൽ ഓട്ടോമാറ്റിക് സ്വിങ് മെഷീനാണ്. ഈ ഭാഗം നമുക്കിങ്ങനെ ഇളക്കി മാറ്റാം. ഇതിനുള്ളിലാണ് ഞാൻ ബോബിൻ കേസും ബോബിൻ ഒക്കെ വെച്ചിരിക്കുന്നത്. ഈ ഒരു ആക്സസറീസ് നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്നതാണ്. ഈ മെഷീൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോബിനാണ്. ഈ ബോബിനിൽ 2 ഹോൾസ് ഉണ്ട്. അതിലൂടെയാണ് ത്രെഡ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു ഹോളാണത്. പക്ഷേ അതിച്ചിരി ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഈ നൂല് ഇതിൽ ചുറ്റിക്കൊണ്ട് തന്നെയുള്ള രീതിയിൽ നമുക്ക് ബോബിൻ ത്രെഡ് ചെയ്യാം. ഇതാണ് ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോബിൻ കേസ്. ഇനി ഞാൻ ഈ നൂലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച നൂലാണ്. 2 ഭാഗമുണ്ട്. ഈ ഭാഗം നമ്മൾ മേലോട്ട് പൊക്കി നമുക്ക് നൂല് അതിലിടാം. ഇനി നൂല് നമ്മൾ അതിൽ നിന്ന് വലിച്ച് ഇവിടെ ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ ഒരു ചെറിയൊരു പോർഷനുണ്ട്. അതിൽ ക്രോസ് ആയിട്ട് വേണം നമ്മൾ നൂല് അറ്റാച്ച് ചെയ്യാൻ. ക്രോസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഈ ബോബിൻ എടുത്തിട്ട് ബോബിനിൽ ഇങ്ങനെ റൗണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ ചുറ്റി കൊടുക്കണം. എന്നിട്ട് ബോബിൻ പ്ലേസ് ചെയ്യേണ്ട ആ ഒരു പോർഷനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തള്ളുക. അപ്പം അവിടെ പോയി ഫിക്സ് ആയിട്ടിരിക്കും. ഇനി നമ്മുടെ ഫൂട്ടിൽ പ്രസ് ചെയ്യുമ്പം ഇത് തന്നെത്താനെ വൈൻഡ് ചെയ്തോളും. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വൈൻഡ് ചെയ്യും. ആവശ്യമുള്ള എത്രയും നമുക്ക് വൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് കേസിൽ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നു എന്നും കൂടി നോക്കാം. ബോബിൻ കേസ് എല്ലാം വെക്കേണ്ട ഭാഗം ഇതാണ്. ഇതിനുള്ളിലാണ് വെക്കുന്നത്. ഇതാണ് ബോബിൻ കേസ്. നമ്മൾ അതിനുള്ളിലേക്ക് ബോബിൻ ഇട്ടിട്ട് ആ ഒരു കട്ടിൽ കൂടെ വലിച്ച് അപ്പുറത്തെ കട്ടിൽ കൂടി ഇങ്ങനെ വലിച്ച് എടുക്കണം. ഇനി നമ്മൾ ഇതിനുള്ളിൽ ഇങ്ങനെ ആ ഒരു പോർഷൻ പൊക്കണം. അതിൽ ഇങ്ങനെ പൊക്കുക, ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുക. അത്രയേ ഉള്ളൂ. വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി.